الصبح بدا الصبح بدا الصبح بدا الصبح بدا الصبح بدا من طلعته والليل دجى من وفرته فأقروا سلا فغلا وعلا أهدى السبلا بدلالته فأقروا سلا فغلا وعلا أهدى السبلا بدلالته الله 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 كنز الكرم مولى النعم هادي الأمم بشريعته كنز الكرم مولى النعم هادي الأمم بشريعته الله النسبي على الحسب كل العربي في خدمته شعت الشجر نطق الحجر شق القمر بإشارته شعت الشجر نطق الحجر شق القمر بإشارته الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദരണീയരായ നാട്ടുകാരെ, നമ്മുടെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്നു നമ്മുടെ വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു മദ്രസ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം. അതിൻ്റെ ആരംഭഘട്ടത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറുമായി ബന്ധപ്പെട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഭംഗിയായ ഒരു കെട്ടിടം പൂർത്തീകരിക്കും. അതിൻ്റെ മുകളിൽ നില അന്ന് മുതൽ നമ്മളെ ഒരു പരിഗണനയിലുള്ള ഒരു വിഷയമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാമ്പത്തികമായി വളരെയധികം പരാധീനങ്ങൾ നിലനിൽക്കുന്ന നമ്മളെ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സ്വപ്നം മാത്രമായി വാങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ജനകോടിക്ക് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിയെക്കുറിച്ചൊന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മളെ ഇവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ സ്റ്റാഫ് അംഗങ്ങളും ഒന്ന് കൂടിയിരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് പല രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ വളരെ പിന്നോക്കം പോകുന്നു എന്നൊരു സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ തന്നെ നമ്മളെ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായ ഒരു മദ്രസയാണ് ഈ മദ്രസ. ഒരു മദ്രസയുടെ കെട്ടിടം പണിയണമെന്നുള്ള ആഗ്രഹം വളരെ കാലം മുൻപുള്ള നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി അടുത്ത ആഗ്രഹം നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മദ്രസ വേണം. അപ്പം നിങ്ങളുടെ ആ മദ്രസ അവിടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ മുൻപ് ആലഞ്ചേരിക്കാരുടെ അവിടെ ചെറിയ റൂമിലായിരുന്നു മദ്രസ ഞാനൊക്കെ പഠിച്ചിരുന്നത്. 1 മുതൽ 12 വരെ ഒറ്റ ക്ലാസ്സിൽ തന്നെ ഇരുന്നത്. ഇപ്പം അതിന് സൗകര്യം വർദ്ധിച്ചു വന്നു. അന്നൊന്നും സബ്ജക്റ്റ് ക്ലാസ്സുകളായി ഘടകങ്ങളായി ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു കെട്ടിടം
ഒരു മദ്രസ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു കെട്ടിടം ഇവിടെ പണിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അന്നത്തെ കമ്മിറ്റി അതിനൊരു ശ്രമം ആരംഭിച്ചു. അതിന് വളരെയധികം പ്രോത്സാഹനം നിഷേധിക്കണം. ഈ നാട്ടിലേക്ക് പുതുതായിട്ട് വന്ന വീട് വെക്കാൻ വേണ്ടി വീടിൻ്റെ സ്ഥലമായി പണി വാങ്ങിയ അദ്ദേഹം ഒരു 25 ലക്ഷം രൂപ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് നമുക്ക് വളരെയധികം ഒരു ഉത്സാഹം, എങ്ങനെ കെട്ടിടം പണിയാം എന്നുള്ള ഉത്സാഹം വന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മ. അങ്ങനെ അത് വലിയ പിന്നീട് നമ്മുടെ നാട്ടിൽ നിന്നും കോഴിക്കോട് നിന്ന് ഞാനും കുറേയൊക്കെ പൈസ വിരിച്ചു. ഏകദേശം 40 രൂപ 45 ലക്ഷം രൂപയായിരിക്കും നമുക്ക് അന്ന് ഫൗണ്ടേഷൻ കാര്യങ്ങൾ. അത് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട AP ഉസ്താദ്. അന്ന് അദ്ദേഹത്തിന് നമ്മളൊരു വാക്ക് കൊടുത്തിരുന്നു, ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കും കെട്ടിടോദ്ഘാടനത്തിന്. ബഹുമാനപ്പെട്ട പക്കാവുദ്ഘാടനം ബഹുമാനപ്പെട്ട ഉസ്താദ് എന്നെ വരണോ എന്ന് നമ്മൾ അദ്ദേഹത്തോട് നേരിട്ട് പറയുകയും ചെയ്തു. പക്ഷേ കെട്ടിടപ്പണി തുടങ്ങിയപ്പോഴാണ് ചെറിയൊരു പ്രശ്നം വന്ന് നമുക്കത് നിർത്തിവിട്ടു. ഇതിനോട് ചേർന്ന് നടക്കുന്ന 45 സെന്റ് സ്ഥലം ഞങ്ങൾ പള്ളിക്ക് കൊടുത്തത് നമ്മുടെ ഖബർസ്ഥാനായിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഫാദറുള്ള കാലത്ത് തന്നെ മദ്രസയ്ക്ക് സ്ഥലമില്ലാത്തത് കാരണം ഇതിന് തന്നെ ഈ ഖബർസ്ഥാനിൽ തന്നെ മദ്രസ പണിതു. അതിൻ്റെ ശേഷം ഞാനാണ് ഈ സ്ത്രീകളുടെ നിസ്കാര മുറി ഞാനും പണിതു, സ്റ്റേജ് പണിതു, അങ്ങനെ എല്ലാം അതിൽ തന്നെയാണ് പണിത്. അങ്ങനെ ഈ തർക്കവിതർക്കങ്ങളൊക്കെ വന്നപ്പോഴാണ് മൂസ ഉസ്താദിന്റെ ഒരു 15 സെന്റ് സ്ഥലം നമുക്ക് മദ്രസയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. കുറച്ച് സ്ഥലം അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഖബർസ്ഥാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഇപ്പം നമുക്ക് അവിടെ കമ്പിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ എടുക്കണം. പക്ഷെ അതെല്ലാം പിന്നീട് നമ്മൾ സെറ്റിൽ ചെയ്തു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. പക്ഷെ നമ്മൾ AP ഉസ്താദിനെ കൊടുത്തൊരു വാക്ക്, ഒരു കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാം. ഞാനടക്കുന്ന കമ്മിറ്റി അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കും. കാരണം അദ്ദേഹം കാരണം പെട്ടെന്ന് തീരുവില്ല എന്നൊക്കെ ചോദിച്ചു പോയത്. പക്ഷെ നമുക്കിപ്പോൾ എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കാം. സെക്രട്ടറിയോട് പറഞ്ഞു അതിനുള്ള സ്ഥലം. നമ്മളെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദിനോട് പറയാണ്, ഇവിടെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിറങ്ങിയ പിന്നെ അത് നടക്കാതെ. എൻ്റെ നാട്ടുകാർ അത്രയും സഹകരണം. നമ്മുടെ ഗാന്ധിയാരെ പ്രാവശ്യം തന്നെ നമുക്ക് പള്ളിയിൽ ഈ കാർപ്പറ്റ് മേടിക്കുന്നതിന് 1,65,000 രൂപ. അപ്പൊ ഞാൻ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച പ്രിയമുള്ളവരെ, നിങ്ങൾ സുജൂതി ചെയ്യുന്ന സ്ഥലം ഒരുക്കി അതിനൊരു 730 രൂപ നിങ്ങൾ ഓരോരുത്തർ. ഇത് കഴിയുമ്പോഴത്തേക്ക് 1,60,000 രൂപ 10 മിനിറ്റ്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടത്. അപ്പം അങ്ങോട്ടേക്ക് വിസ്മിച്ചെന്റെ അറിയാൻ സംഗതി പൂർത്തീകരിക്കാവുന്നത് വളരെ ഒരു സത്യമായ കാര്യം. നമ്മൾ ഇറങ്ങണം. പക്ഷെ എനിക്കുള്ള വേറെ ഗുണമെന്ന് വെച്ചാൽ നല്ലൊരു ടീമാണ് ഇവിടെ പള്ളിക്കുന്നത്. ഞാനിങ്ങനെ വരലൊന്നുമില്ല, കോഴിക്കോടാണ്. പ്രായാധിക്യ കാരണം ഇവരത് സമ്മതിച്ചു തരുന്നില്ലെങ്കിലും എനിക്ക് വരാൻ ഈ ഡ്രൈവ് ചെയ്ത് വരുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മാസത്തിലൊരിക്കലേ വരാം. പക്ഷെ അവിടെ നല്ലൊരു ടീം വർക്ക് ചെയ്യുന്നു. ആ ടീമിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പം നമുക്ക് ഈ രീതിയിലുള്ള ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാക്കി തീർക്കാൻ സാധിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഞാൻ മലയാളത്തിൽ കുറച്ച് പറയും, എന്നിട്ട് അറബിയിലേക്ക് മാറാം. മലയാളത്തിൽ കുറച്ച് പറഞ്ഞതിന് ശേഷം വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കൈവന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ മജ്‌ലിസിൽ ആ ഭാഗ്യം ലഭിക്കുന്നവര് വളരെ അപൂർവമായിരിക്കും. ഈ മദ്രസയുടെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഉദ്ഘാടന വേളയിൽ അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ട്, ഇവിടെ ജോലിയിലുണ്ടായിരുന്നു. അങ്ങനെ അതിന് സംബന്ധിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വിവിധ ഇടങ്ങളിലേക്ക് പോയി, അബുദാബി, ദുബായ്, അവിടെ എല്ലാം പോയി. അവിടെ എല്ലാം കറങ്ങി വന്ന് അൽഹംദുലില്ലാഹ് ഇതിന്റെ രണ്ടാമത്തെ ഫസ്റ്റ് ഫ്ലോർ അതിന്റെ ഉദ്ഘാടന വേളയിലും നിങ്ങളുടെ കൂടെ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം. ആ ഭാഗ്യങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം കറങ്ങി തിരിച്ചു വന്ന് പിന്നെ ഇവിടെ കൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യം. അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. അതേപോലെ ഞാൻ വളരെ വേദനയോടുകൂടെ ഓർക്കുകയാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ പ്രായാധിക്യം കൊണ്ടും മറ്റൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്.
ഒരുപാട് എൻ്റെ ഉസ്താദ് AK ഉസ്താദ് മരണപ്പെട്ടു പോയി. വയനാട് ജില്ലയിൽ തന്നെ നമ്മുടെ ഹസൻ ഉസ്താദിന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന നമ്മുടെ ദാറുൽ ഫലാഹ് ഉസ്താദ്, ഉസ്താദിന്റെ പേര് അബ്ദുറഹ്മാൻ ഉസ്താദ്, അവർ മരണപ്പെട്ടു പോയി. അങ്ങനെയൊക്കെയുള്ള വേളയിൽ ഈ പരിസ്ഥിതിയിൽ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ കൂടെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരുടെയും വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമായി, അതുപോലെ നമ്മുടെ ഖബർസ്ഥാൻ നദിയോടൊന്നുള്ള നമ്മുടെ ഹംസക്ക, അതുപോലെ അടുത്ത് മരണപ്പെട്ടു പോയ ഉസ്താദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങൾ അവരെ നമ്മുടെ ഒരുമിച്ചുകൊണ്ടൊക്കെ സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടത്തിലേക്ക് ഈ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ഹസൻ ഉസ്താദ്, നമ്മുടെ വന്ദിരായ പ്രസിഡന്റ്, അങ്ങനെയുള്ള എല്ലാവരുടെയും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ദീനി ഖിദ്മത്തിലായി തഅത്തിലായി അല്ലാഹു നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവരുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാനതിൽ മെയിനായിട്ട് നോട്ട് ചെയ്തത്, അദ്ദേഹം ഇപ്പോഴും ഒരു പഠിതാവാണ്. എന്നെ കണ്ടതും പറഞ്ഞത്, നിങ്ങൾ വാട്സപ്പ് നമ്പർ എനിക്ക് വേണം, നിങ്ങളെടുക്കുന്ന ക്ലാസ്സുകൾ ഷെയർ ചെയ്യണം, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അത് ക്ലാരിഫൈ ചെയ്യണം. അങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം പറഞ്ഞത്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് നമുക്കൊക്കെ ഇൽമു പഠിക്കുവാനും പകർത്തുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുവാനാവട്ടെ. പ്രിയമുള്ളവരെ, ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നല്ല സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വന്ദിരായ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയൊക്കെ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ആളുകളുടെ സാമീപ്യം കൊണ്ടും അവരുടെ സഹായ സഹകരണം കൊണ്ടുമാണ് നമ്മുടെ എല്ലാ മഹല്ലുകളും നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്. അവർക്കൊക്കെയുള്ള അർഹമായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനല്ലാഹി വസ്സലാമു മറ്റു രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരികൾ, അല്ലാഹുവിൻ്റെ അതിമഹത്താനുഗ്രഹം കൊണ്ട് ഈ നാടിന് വലിയ അനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ മുമ്പ് തന്നെ വിനീതനായ എനിക്കിവിടെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വളരെ ചെറിയൊരു പള്ളി, നിസ്കാര പള്ളി എന്ന് വേണമെങ്കിൽ പറയാൻ ചെറിയൊരു പള്ളിയായിരുന്നു, വേണ്ടായിരിക്കാം. അന്നൊക്കെ ഇവിടെ ബന്ധപ്പെട്ടു. അൽഹംദുലില്ലാഹ് പിന്നെ ആ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി വന്യരായ വൈദ്യത്തോട് അവരെ ക്ഷണിക്കുകയും അതിൻ്റെ പൊളിച്ച് പണി വാങ്ങാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ അവർ വന്നിട്ടില്ലായിരുന്നു. വിനീതനായ എന്നോട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അന്ന് പൊളിച്ച് അത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ വളരെ ഭയപ്പെട്ടു. പള്ളി ഉണ്ടാക്കുക നടക്കില്ല, അത് സന്തോഷമാണ്. ഉള്ള പള്ളിയിൽ നിന്ന് പഴയ പള്ളി അതിൻ്റെ ഊരെടുത്ത് പൊളിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ വലിയ ഭയമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് തങ്ങളുടെ വർക്കത്ത് കൊണ്ട് ആ പള്ളി പൊളിച്ച ശേഷം ഇവിടെ നിർമ്മിക്കപ്പെട്ട പള്ളി അതിമനോഹരമായ പള്ളിയാണ്. ഇവിടെ അടുത്തൊന്നും ഇതുപോലുള്ള പ്രായത്തിലൊരു പള്ളി നമുക്ക് കാണാൻ സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. പിന്നെ അതിൻ്റെ ശമൻ മദ്രസ പറയുന്ന പോലത്തെ പരിമിതമായ രൂപത്തായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള വന്നപ്പോൾ എല്ലാവർക്കും നമ്മുടെ മഹല്ലിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന ഒരു വലിയ മദ്രസയിൽ അല്ലാഹു തന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മൾ അല്ലാഹു ശുക്ർ ചെയ്യുമ്പോൾ സക്കത്തുള്ള അസീദെന്ന് അല്ലാഹു നേതൃത്വം തന്നുകൊണ്ടേയിരിക്കും. അത് വേറെ നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മളെ ഇല്ലായ്മയെന്ന് പഠിച്ചു, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊരു ദ്വയം നടത്തിയിട്ടില്ല. അതിൻ്റെ അവതാരം കൊണ്ട് നമുക്ക് അല്ലാഹു ജന്മം തന്നു. അങ്ങനെ തന്ന ശേഷം നമ്മൾ 15 വയസ്സ് വരെ നിർബന്ധമായ ശാസന കൽപ്പില്ലാതെ കൊച്ചു വളർത്തി എന്നെല്ലാം അനുഗ്രഹങ്ങളാണ്. 15 വയസ്സായ ശേഷം പിന്നെ അങ്ങനെ പോരാ, എൻ്റെ വിധികൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ വെച്ചു. അത് എവിടെ നിന്ന് തുടങ്ങണം? 5 വയസ്സാകുമ്പോൾ മാത്രം പെട്ടെന്ന് എടുത്താൽ പറ്റില്ല. അതിന് ചെറുപ്പത്തിൽ 7 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യേണ്ട തെറ്റാ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ മഹാനായ അസ്വത്തുൽ ഖൽഖ് കൽപ്പിച്ചു. ആ മഹത്തായ കാര്യങ്ങളാണ് നമ്മൾ പദ്ധതി തുടങ്ങി കൊടുക്കാൻ കുടിക്കുന്നത്.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك ولك الحمد والثناء اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد صلاة تنجينا بها من جميع الهوات والبليات وتسلمنا بها من جميع الاسباب وتحفظنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها اصل الحياه من جميع الخيرات بالحياه وبعد الممات اللهم اننا حلق ذنوبنا اللهم اجعل جمعنا هذا جمعا مرحوما وفقنا عن خير فرقا معصوما اللهم لا تجعل فينا ولا معنا ولا منا ولا مظلوما ولا محروما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اصلح لنا ديننا الذي بحسنه امرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا في كل خير واجعل الموت راحه لنا من كل شر ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا اصلح لنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا مقاما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم انزل بركتك ورحمتك وسكينتك وسلامتك في هذه المدرسه وفي سائر معالمنا كلها يا رب العالمين ربنا تقبل منا انك انت السميع وتب علينا انك انت التواب الرحيم وارحمنا بانواع رحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. And we are very delighted today because alhamdulillah, by the grace of the Almighty Allah subhanahu wa ta'ala, we could complete this huge construction with the help of Mazrui family. And I would like to mention Mazrui family. They have contributed tremendously for the philanthropical activities here in this locality. Previously they have distributed food grains for the needy people, and alhamdulillah they dug the well here in this masjid, and also we have another masjid here in the neighborhood. They have dug the well there also, and alhamdulillah so many people, needy people, are drinking the sweet water from that well. And at the time of Eid al-Adha, we have got uluhiyat meat for the slaughtering, and this is also done by Mazrui family. Especially I would like to mention Handuma and Mariam for their sincere support and help for all of our activities that we could conduct here in this Mahal Puthankund. And especially more than 500 students are studying, acquiring knowledge in this madrasa, and they were learning in an old building where we were facing very difficulty in accommodating all the students. Now alhamdulillah we have got this huge building from their generosity, and students are very happy now because they have got spacious classrooms, and all are very happy today. And now actually we have a place here left out. In future we plan to build a library and an office along with the bathrooms for them, because for the students now they don't have a library where they can read the books and the required facility for the bathrooms and toilets. Inshallah we will plan that. Actually the problem is that the people, those who are living here, they are daily wages and they are not able to cover up all of these expenses. Inshallah if we get approximately 1 lakh dirhams, inshallah we wish that we can complete this project also. Inshallah we will pray for you and your family and for all of your kindness and support, and we are pretty sure that this is a sadaqah jariyah, this is an enduring sadaqah, a charity
which will last for a long time. As long as the students are studying from this madrasa, and as long as the people are praying from this masjid, inshallah, the rewards and blessings will reach in the graveyard of the deceased ones from us and to you also. May Allah subhanahu wa ta'ala accept all the deeds from you and from us. I would like to again convey our regards and all of our prayers to you, and especially to Mazrui family. May Allah subhanahu wa ta'ala accept all the deeds. Assalamu alaikum wa rahmatullahi wa barakatuh.